ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്ട്രീമർ ലൈഫ് സിമുലേറ്റർ എപ്പിസോഡ് 4 കണ്ടെന്ന് തോന്നുന്നില്ലേ. അപ്പം ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്ത് എ സി വെച്ചു, രണ്ടെണ്ണം, ഒരു ഫാൻ വെച്ചു, രണ്ട് എ സി വെച്ച് ഇത് കാണിച്ചു റൂമിൽ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ 25 മെഷീനുണ്ട് എൻ്റെ ഈ വീട്ടിൽ. അതും മുതുക്ക് ലാഭ, ഒടുക്കത്തെ ലാഭ. എനിക്ക് ഞാൻ കുറേ സ്ട്രീമും ചെയ്ത് കേട്ടോ, കുറേ സ്ട്രീമും ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി, കുറച്ച് കൂടുതൽ കാശൊക്കെ ഉണ്ടാക്കി. ഞാൻ കാണിച്ചില്ല എൻ്റെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന്. പി സി ഒന്ന് ഓണാക്കട്ടെ. പി സി ഓണല്ലേ എടാ, വേണോ? എ സി ഓണാക്കി ഉണ്ടായിരുന്നില്ല, വെറുതെ അല്ല എത്ര ചൂട്. 27, ഓക്കെ. എ സിക്കും സൗണ്ട് ഉണ്ട് കേട്ടാ. പുറത്ത് എത്ര തണുപ്പ്? ഓ, പുറത്ത് 25, വെറുതല്ല 2, കുഴപ്പമില്ല, കുറച്ച് ചൂടുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചു തരാം. ആദ്യം ബാങ്ക് അക്കൗണ്ട് കാണിക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ ബ്ലെൻഡറിത്ത് ഇത് കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ടിലത്തെ കാശ്. 90,000 രൂപ ഉണ്ട് എൻ്റെ കയ്യിൽ. 90,000 രൂപയല്ല, $90,000. ക്രിപ്റ്റോ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോക്കൊക്കെ വില കൂടി. ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്ത് ഇതാക്കിയപ്പോൾ 14,000 ആയി. എൻ്റെ കയ്യിൽ എത്ര ബിറ്റ് കോയിൻ ഉണ്ട്? 1.163 ബിറ്റ് കോയിൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഒന്ന് ഉറങ്ങി വെക്കട്ടെ. ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പുതിയ വീട് വാങ്ങിക്കാൻ പോവാണ്. $90,000 അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലോട്ട് മാറാം. പുതിയ വീട് ഞാൻ വലിയ വീട്ടിലോട്ട് മാറണോ? വലിയ വീട്ടിലോട്ട് മാറാം, അതാ നല്ലത്. ഏറ്റവും വലിയ വീടിന് എത്ര ഇതിൽ? 17,000 ഉള്ളൂ. നമ്മളെ കയ്യിൽ 90,000 ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ വീട് നോക്കിയിട്ട് അങ്ങോട്ട് വാങ്ങിക്കാം. ബൈ. ഓണുണ്ട്, ഓക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ വീട് വാങ്ങിയിട്ടുണ്ട്. എല്ലാം വാങ്ങിക്കേണ്ടതേ ഉള്ളൂ. പക്ഷെ ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി വീട്ടിലത്തെ സാധനം മൊത്തം നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കണം. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ബിറ്റ് കോയിൻ എല്ലാം മോരിയെടുക്കണ. വേണ്ട, ബിറ്റ് കോയിൻ ഇവിടെ കിടന്ന് ഗ്രൈൻഡ് ആവട്ടെ. നമുക്ക് ഈ പി സി ഒക്കെ കൊണ്ടുപോയി വിറ്റാലേ? നമുക്ക് പുതിയ പി സി ബിൽഡ് ചെയ്യാം അവിടെ പോയിട്ട്. ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകണല്ലോ ഞാൻ. അല്ലെ ഇതൊക്കെ പുതിയ വാങ്ങിക്കാം അല്ലേ? ഇതൊക്കെ പുതിയ വാങ്ങിക്കാം. ഞാനിപ്പോൾ പോയിട്ട് ഇതൊക്കെ വിൽക്കാൻ പറ്റുമോ? സ്ലോട്ടൊക്കെ കൂട്ടി എന്നെ എല്ലായിടത്തും വിൽക്കാൻ പോവാണ് കേട്ടാ. ഇനി പുതിയ ഐറ്റംസ് ഓൺലി. അയാളടുത്ത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റും, അങ്ങനെ എന്തോ പറ്റും. ഞാൻ മൊത്തത്തിൽ പറക്കി വിൽക്കാൻ പോവാം. എന്നിട്ട് ഫുൾ മാക്സിമം പി സി. ഇന്നത്തെ വീഡിയോ അതാണ്. ഫുൾ അപ്ഗ്രേഡഡ് പി സി. $90,000 ഉണ്ട്, ഒരു പ്രശ്നമില്ല. നമ്മൾ ഇന്നത്തോടെ റിച്ച് ആവും. ന്യൂ കൺ. ഓ, ഇത് ഡിസംബിൾ ചെയ്യണം. ഓക്കെ, വന്നോട്ടെ. അയ്യോ, സ്ഥലമില്ല. കുറേ ഇത്തിരി പ്രൊസറല്ലേ? ഓക്കെ, നമുക്ക് ഇത് കൊണ്ടിട്ട് വിറ്റിട്ട് വരാം. അവിടെ അടുത്താണ് ആള്. അതാകുമ്പോൾ ഞാൻ ഈ സാധനം മൊത്തം പറക്കി കൊണ്ടുപോകണ്ടല്ലോ. അവിടെ പോയിട്ടൊരു ഹൈ-എൻഡ് പീസ് ഉണ്ടാക്കണം, അതാണ് എൻ്റെ എയിം. ഇയാളാണിത് വെക്കുന്ന ആള്. ഒക്കെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. എന്നാ 23 കാശൊന്നും വേണ്ട, ഞാൻ വെറുതെ സ്ഥലം ഒഴിവാക്കുന്നുള്ളൂ. എന്നാ കുറഞ്ഞ ചേട്ടാ. പുല്ല്. ബാക്കിയുള്ള സാധനം കൊണ്ടുപോയി വിറ്റേക്കാം. നമുക്ക് എന്നിട്ട് ബിറ്റ് കോയിൻ്റെ മെഷീൻ മാത്രമേ ഫുള്ള് കൊണ്ടുപോകാം. 25 കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ സൈഡിൽ കാണുന്ന 5 എന്താണെന്നറിയോ? ഒരു ക്രൗണ്ട് ചിഹ്നമായിട്ടൊരു 5 വേണ്ട, അത് കാണിച്ചു തരാം. ഇതൊന്ന് ഊരിയെടുക്കട്ടെ. അങ്ങനെ നമ്മൾ പി സി മൊത്തത്തിൽ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൊണ്ടുപോയി വെക്കാം. വേറെ എന്തിനും വെക്കണ്ട, ഇത് വെക്കാൻ പറ്റുമോ? ടേബിളും വെക്കാം. ടേബിളൊന്നും വേണ്ട. അയ്യോ, പുതിയ വീട്ടിൽ പോയിട്ട് സാധനം ഓർഡർ ചെയ്യുന്ന സാമസോറ് ഫോണിൽ കിട്ടണോ? അതെനിക്കറിയില്ല ചേട്ടാ.
ഇവൻ കൂടെ എന്താ ഇയാളെ കൊണ്ടുപോയി വെക്കട്ടെ. എന്നൊക്കെ ചുവന്നിരിക്കേ. ഫുള്ളി അപ്ഗ്രേഡ് സാധനം വേണം. ഇതിന് കാശുണ്ട്. ഓ അതിന് $19 ഉണ്ട് കേട്ടാ. $599 എനിക്ക് PC വിറ്റിട്ട് കിട്ടി. ഇനി ഫുള്ള് ഊരിയെടുക്കണം. ഫുൾ സാംസോറിൽ നിന്ന് പുതിയ ഐറ്റംസ് ഓൺലി. പുതിയ വീട്ടിലോട്ട് ഇതൊക്കെ വെക്കാൻ പറ്റുമോ? ബിറ്റ് കോയിന് ഒന്നും വെക്കൂല. ബിറ്റ് കോയിനൊക്കെ ആവശ്യമുണ്ട്. ഓ ഒക്കെ ഇയാൾ വാങ്ങിക്കണോ? ഓക്കെ ഇനി ഒന്നുമില്ലല്ലോ ഇവിടെ. AC അങ്ങോട്ട് കൊണ്ടുപോകുള്ളതാ. നമ്മൾ പുതിയ വീട് എടുക്കുന്നു. പുതിയ വീട്ടിൽ പുതിയ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം. 59 ഇതൊക്കെ ഞാൻ എത്ര രൂപക്ക് വാങ്ങിയ സാധന. പോട്ടെ ഇങ്ങനെ പോയത് എന്തെല്ലാം. ഇത് ഈ ക്രൗണ്ട് ചിഹ്നം വെച്ചിട്ട് 5 ഉള്ളത് നമ്മൾ എക്സ് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും സാധനങ്ങൾ. ബാഗ് ഇതിനപ്പോൾ വേണ്ട. ബാഗേജിൻ്റെ സ്റ്റോറേജ് നമുക്ക് വീണ്ടും കൂട്ടാം. ഇത് യൂട്യൂബിൽ അല്ല സൂട്യൂബിൽ വീഡിയോ അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ല. വീഡിയോയുടെ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാൻ പറ്റും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടാന്ന്. കൺവിൻസ് യുവർ വ്യൂസ് നോട്ട് ടു യൂസ് ആഡ് ബ്ലോക്കർ. ഞാൻ എത്രയും അപ്ഗ്രേഡ് ചെയ്ത് കേട്ടോ. ഇതൊക്കെ ഞാൻ ആ ഒരു ഇതിൽ ഇത്രത്തോളം ഇനി അപ്ഗ്രേഡ് ചെയ്യാണ്ട്. ഏറെക്കുറെ നമ്മളെ കഴിഞ്ഞ്. അപ്പം നമ്മളത് സ്ട്രീം ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ എന്താ പറയുക. അവിടെ ഈ വീട്ടിൽ ചെന്നു. ഇങ്ങോട്ട് വന്നേ. കണ്ടപ്പോൾ സ്ലോട്ട് കൂടി. പെട്ടെന്ന് കയ്യിൽ പിടിക്കാൻ പറ്റും. ഇത് മൊത്തം കൊണ്ടുപോകണല്ലോ ഞാൻ. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് റൗണ്ടിലെ കാർ എടുക്കുന്നുള്ളൂ. ഞാൻ യൂബർ വിളിച്ചിട്ട് അതുവരെ പോവാ. യൂബറാണ് ലാഭം. ഇത് വണ്ടിയിൽ പെട്രോൾ അടിക്കണം. $1000 ആയി കയ്യിൽ. $1000. പുതിയ കാറൊക്കെ വാങ്ങിക്കാം. അതൊക്കെ പുതിയ വീട്ടിലോട്ട് മാറിയതിൻ്റെ ശേഷം പുതിയ കാർ വാങ്ങിക്കാം. ഇന്ന് പുതിയ വീട് വാങ്ങിയിട്ട് ഷിഫ്റ്റിംഗ് ആൻഡ് അപ്ഗ്രേഡിങ് മൈ PC. ഇത് കാറിൻ്റെ ട്രങ്കിൽ 12 സാധനം വെക്കാം. അപ്പം സീനില്ല. ഇതാണ് പ്രശ്നം. ഈ സാധനം കയ്യിലെടുക്കാൻ ടൈം എടുക്കും. എല്ലാം ഒരെടുക്കട്ടെ. എളുപ്പ വഴിയില്ലല്ലേ ഒരെടുക്കാൻ. അതുവരെ കാശില്ല. അല്ല ബിറ്റ് കോയിൻ ഇത്ര എമൗണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഒരു $14,000 ഇപ്പോൾ കിട്ടും കേട്ടാ. നമ്മളെന്തായാലും ഒരു 1 lakh എങ്ങനെ പോയാലും കയ്യിലുണ്ട്. റിച്ച്. ഞാൻ ഇത് ഓൾമോസ്റ്റ് ഒരു 10-12 മണിക്കൂർ ഇതിനും ഗ്രൈൻഡ് ചെയ്ത് നിൽക്കണം. ഇത്രയും കാശുണ്ടാക്കാനും. ഞാൻ ബ്ലെൻഡറിൻ്റെ അകത്ത് ഇത്ര 20K 24K കണ്ട് ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ PC സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഫേമസ് ആണ് ഇപ്പോൾ. ഇതിന് നേരത്തെ മാറ്റേക്കാം. ഇതെങ്ങനെ ആയിട്ടേക്കണ്ടേ. കാറിൽ കുറച്ചുകൂടി സ്റ്റോറേജ് ഇട്ട് എന്തിനു വേണ്ടണോ. ഒരെണ്ണം ഓടി വെക്കാൻ പറ്റൂലേ. ഓക്കെ ഇത് മഞ്ഞാണ് ഈ വീടിൻ്റെ പെയിൻറ്റ്. ഒരെണ്ണം ഓടി വെക്കാൻ പറ്റും അവിടെ. അതൊരെണ്ണം കൊണ്ട് വെച്ചേക്കാം. അകത്ത് വെക്കാൻ പറ്റണോ? ഇല്ല ഏട്ടാ അകത്ത് വെക്കാൻ പറ്റത്തില്ല. പുറത്തന്നെ ഇരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ഊരിയിട്ട് ഓരോന്നായിട്ട് പുതിയ വീട്ടിലോട്ട് ഉണ്ടാക്കാം. പുതിയ വീടിൻ്റെ ചിഹ്നം ഏതാന്ന് കണ്ടുപിടിക്കണം. കളറുണ്ട്. ഓരോ വീടിനും ഓരോ കളർ വെച്ചിട്ടുണ്ട്. എല്ലാം ഊരിയെടുക്കണം. പ്രശ്നമാണ്. ഈ ടൈമൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. മറ്റേ സ്കിൽ പോയിന്റ് വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമൊക്കെ കുറയും. ഇത് കൊള്ളു. ഇതൊന്നും അറിഞ്ഞിവിടെ. എനിക്കിഞ്ഞൊരു 3 ബിറ്റ് കോയിൻ മെഷീൻ ഞാൻ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിറ്റ് കോയിൻ്റെ മെഷീന്. ഇനി വാങ്ങിക്കണമെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞത്. മറ്റെന്താ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ യൂബർ വിളിച്ചിട്ട് പുതിയ വീടിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഊബർ ഇതായിരിക്കും.
ഓ $70,000 ആയി കേട്ടോ എൻ്റെ കയ്യില്. ഇതാണോ ഇതന്നെ തോന്നുന്നു കേട്ടാ. ആ ഇതന്നെ വാതിൽ തുറന്നു നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. ഇത് ടോയ്ലറ്റാണ്. എവിടെ പോലീസാ? എന്തെന്ത് പോ പോ എടേ പുറത്തോടാ. ഞാൻ പുറത്തുപോയി. അവനെന്താ എൻ്റെ വേണ്ടത്ത് തേ കയറിപ്പോട്. ഫാൻസ് ആണ് കേട്ടാ. ഓഹോ ഈ റൂം നമുക്ക് മോളിൽ പോയിട്ട് മോളിലും കൂടി നോക്കട്ടെ. ഗെയിമേഴ്സൊക്കെ മുകളിലുണ്ടാവുക. ഇതെന്തിനു പറ്റും ഉപയോഗിക്കാം? ഇതെന്തിനു ഓലൊക്കെ വീണ്ടകത്ത്? ഇതൊക്കെ ചെറിയ റൂംസ് ആണല്ലോ. ഓ ഈ റൂമിലോട്ട് 2 സൈഡിൽ നിന്നിട്ടുണ്ട്. ഇത് ടോയ്ലറ്റ്. ഓ വലിയ റൂം. ഈ റൂമിൽ മൊത്തം നമുക്ക് ബിറ്റ്കോയിൻ വെക്കാം. ആ വർക്കാവുന്നുണ്ട്. ചേട്ടെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അവിടെ നോക്കുമ്പോൾ. ഒരെണ്ണത്തിൻ്റെ അടുത്ത് നമുക്ക് വെക്കുമ്പോൾ അതാ പ്രശ്നം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കാം. ഓക്കെ ഇത് സെറ്റ്. വർക്കായിക്കോട്ടെ, സാധനം ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ. അപ്പം ഞാൻ ആ വീട്ടിൽ പോയിട്ട് എല്ലാ ഇതും എടുത്തു കൊടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പം ഞാൻ എല്ലാ സാധനവും കൊടുത്തിട്ട് റൂമിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ബിറ്റ്കോയിനും ഞാൻ പക്ഷെ ഇത്ര ആയിട്ടുള്ളൂ. കുറച്ചുകൂടി ബിറ്റ്കോയിൻ വാങ്ങിക്കണം. പിന്നെ വേറൊരു മൂഞ്ചിൽ എന്താണെന്ന് വെച്ചാൽ PC വേണം ആമസോണിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ പോയിട്ട് PC ഓർഡർ ചെയ്യുമല്ല, ലൈക്ക് PC നമുക്ക് അടുത്ത വീഡിയോയിലെടുക്കാം. പുതിയ PC എടുത്തിട്ട് നമുക്കതിൽ സെറ്റപ്പ് ആക്കാം, ഗെയിമൊക്കെ കളിക്കാം, അങ്ങനെ സെറ്റപ്പ് ആക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തിന് കുറച്ചുകൂടി ബിറ്റ്കോയിൻ മെഷീനും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഒരു ജസ്റ്റ് ഒരു യൂസിനൊരു PC അത്ര ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ ഇപ്പം ഞാൻ പോയിട്ട് കുറച്ച് ബിറ്റ്കോയിൻ മൈനിങ് മെഷീനും പിന്നെന്താ അയാളുടെ അടുത്തേക്ക് എത്ര ഉണ്ടാണോ? അയാളുടെ അടുത്താണ് ഇവിടുന്ന്. ഓ ഒരു കിലോമീറ്ററാ. ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ടാ. റൂമിൻ്റെ അകത്ത് 25 മെഷീൻ സെറ്റ് ചെയ്ത് 2 AC സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂട് കുറച്ച് കൂടുതലാണ്. ഈ വണ്ടി മാറ്റണം, ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കണം. ഓഫ് റോഡ് വണ്ടി ഉണ്ടാണോ അതിൽ? ഇപ്പോൾ അടുത്തൊക്കെ ഓടിക്കാൻ പണിയാണ്, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് നല്ല രീതിയിലാവും. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ PC അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി പക്ഷേ ഇപ്പോൾ കളിക്കുകയാണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു. ഞാൻ കളിച്ചായിരുന്നു. ഒരു 9 FPS 10 FPS 12 FPS ഒക്കെ കാണിക്കുന്നത്. അയ്യോ എടോ എൻ്റെ പഴയ വീടായിരുന്നു അടുത്ത്. ഇത് വാങ്ങിക്കാൻ ഇവിടെയാണ് സിറ്റി കേട്ടാ. ഞാനിപ്പോൾ സിറ്റിയിലല്ല താമസിക്കുന്നത്. എന്നെ പറ്റിച്ചവര്. നമുക്കിതിൽ പണിയെടുക്കാനൊക്കെ പറ്റും. പണിയെടുക്കുന്നതൊക്കെ അയ്യോ അറിയില്ല. പണിയെടുക്കുന്നതൊക്കെ ഞാൻ ഒരു വീഡിയോ കാണിക്കാം. എല്ലാ പണിക്കും പോയിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ വലിയ കാശൊന്നും കിട്ടില്ല. ബിറ്റ്കോയിൻ്റെ ആളെവിടാ? അയ്യോ ബിറ്റ്കോയിൻ്റെ ആളെടുത്ത് ഉണക്കട്ടി മുമ്പ് കാശ് എടുക്കണമല്ലോ. ഇവിടുത്തെ വണ്ടിക്കാരൊന്നും ഒരു ഇതില്ലാത്തതാണ് കേട്ടാ. തോന്നിയ പോലെ വണ്ടി ഓടിക്കുക. ഏതേ കിടക്കുന്ന നോക്കിയേ. സ്കൂൾ ബസ് ബ്ലോക്ക് ഇട്ടിരിക്കണ നോക്കിയേ നാട്ടു റോട്ടിൽ. പിന്നെ ഉറങ്ങാൻ ബെഡില്ല, ഒരു സാധനം എൻ്റെ കയ്യിൽ. ഞാൻ പോയിട്ട് കുറച്ച് ബിറ്റ്കോയിൻ വാങ്ങിക്കാനുള്ള കയ്യിൽ കാശുണ്ടോ? അതിൽ കാശില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ATM നിന്ന് കാശ് എടുക്കണം ആദ്യം. അവിടെ കയ്യിലെ കാശ് എടുക്കുള്ളൂ, കാർഡ് എടുക്കൂല. $70,000. ഒരു 2,000 കയ്യിരിക്കട്ടെ, ഒരു 2,000 കൂടെ ഇരിക്കട്ടെ, വീണ്ടും ഇരിക്കട്ടെ. ആ മതി. അപ്പം ഞാൻ പോയി എത്ര എണ്ണം കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എത്ര ബിറ്റ്കോയിൻ ഈ കാറ് നീങ്ങുന്നുണ്ട്. പോയടാ അടുത്ത് മാറ്റടാ.
ഇന്നലെ ഞാൻ വാങ്ങിക്കാൻ വന്നിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ കാറ് കാണുന്നില്ല. എന്നിട്ട് ഞാൻ നടന്നു പോയി ലാസ്റ്റ്. അല്ല നടന്നില്ല, യൂബർ വിളിച്ചിട്ട് പോയി. നടന്നു പോയി വിശ്വസിക്കില്ല അല്ലേ. എടുത്തിട്ട് പോക്കറ്റ് ആക്കട്ടെ. പോണ വഴിക്ക് സാമസോറിനും കയറാം. സാമസോർ എവിടെയാണ് ഉള്ളത്? സാമസോർ അവിടെ എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റുമത്? ഇവിടെ കുറേ വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഞാൻ 3 പറ്റുള്ളൂ കേട്ടാ. കുറേ പറ്റും. അത് കൊള്ളാം. ഇത് ഇവിടുത്തെ പാട്ടും ബീജിയം. ഇത് കുറേ കയ്യിൽ കാശ് കുറേ എടുത്ത് നന്നായി ചേട്ടാ. ബാക്കി കാറിൻ്റെ ഡിക്കിയിലൂടെ ഇനി വാങ്ങിക്കാൻ പറ്റണോ? അയ്യോ, യു ഡോണ്ട് ഹാവ് എനഫ് മണി എന്നാ. മണി പ്രശ്നമല്ല, മണി എടുത്തിട്ട് വരാം. ഡിക്കി കേട്ടിട്ടല്ല. ഇത് കൊള്ളണ്ടാ. ഞാൻ മാക്സിമം ഞാൻ വാങ്ങിയിട്ടേ പോവുള്ളൂ. കയ്യിൽ കൊള്ളുന്നത്ര ഞാൻ വാങ്ങിയിട്ട് പോവുള്ളൂ. കുറച്ചുകൂടെയും കാശ് എടുത്തിട്ട് വരാം. അപ്പം അതാ റൂം ഞാൻ നിറക്കും. ഇന്നപ്പോൾ ഓൺലി ബിറ്റ് കോയിൻ റൂം സെറ്റിംഗ് ആണ് കേട്ടാ ഇന്നത്തെ വീഡിയോ. ഞാൻ പി സി ഒന്നും വാങ്ങിക്കുന്നില്ല. പി സി ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ വാങ്ങിക്കണേ കാണിച്ചു തരാം. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആവും. എത്ര വാങ്ങിക്കാൻ പറ്റണോ എന്നാലും? $50,000 അത് ബാങ്കിൽ ഇരിക്കട്ടെ. $50,000 ഞാൻ ബാങ്കിൽ വെച്ചിട്ടുണ്ട് ഫോർ എ സേഫ്റ്റി. അല്ല പക്ഷേ ബിറ്റ് കോയിൻ മൈൻ ചെയ്തിട്ട് അവിടെ കാശ് വരുന്നുണ്ടാവും കേട്ടോ. അത് വേറെ കാര്യം. അവിടെ ഇവിടെ എടുക്കാണ്ടായിരുന്ന മറന്ന്, സോറിയേ. എത്ര വാങ്ങിക്കാൻ പറ്റണോ? ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് കുറേ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഞാൻ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്ത നല്ല രീതിയിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ആ റൂം അപ്പോൾ ഫുൾ നമുക്ക് സെറ്റ് ചെയ്യണം ബിറ്റ് കോയിൻ. വിഴല്ലേ. അപ്പുറത്തോട്ട് പോയാൽ ഞാൻ അപ്പുറത്ത് ചാടി എടുക്കണം. അതൊരു പ്രശ്നമാണ്. മതിയാ? ഒരെണ്ണം കൂടെ എനിക്ക് പറ്റുള്ളൂ കേട്ടാ. ഒരെണ്ണം പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതുകൊണ്ടായിട്ട് ഫിറ്റ് ചെയ്യാം. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇനി വീണ്ടും വരാം. കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ റൂം ആക്കിയിട്ട് കാണിച്ചു തരാം. മാക്സിമം എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും അത്ര ആക്കിയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ മാക്സിമം പറ്റുന്നത്ര ബിറ്റ് കോയിൻ മൈനിങ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 10, 20, 30, 40, 50 മെഷീൻ ഉണ്ട് എൻ്റെ കയ്യിൽ. 50 മെഷീന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്ര ഗ്രൈൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവുന്നതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഉറങ്ങാനൊരു ബെഡ് വാങ്ങിക്കണം. ബെഡ് പോലും ഇല്ല. ഇവിടെ സാമസോർ ഷോപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ മാപ്പിൽ നോക്കിയപ്പോൾ കാണിച്ചായിരുന്നു. ഇപ്പോൾ അതെവിടെ? അതേ കാണുന്നു. അവിടെ പോയിട്ടൊരു കട്ടിൽ വേണ്ടി വരും ഉറങ്ങാനുള്ള. അല്ലെങ്കിൽ ഇപ്പോൾ കളിച്ചു പോകുന്ന സേവ് ആകത്തില്ല. ഉറങ്ങിയാലേ സേവ് ആവുള്ളൂ. ഈ കട്ടിലിനെ നോക്കി വാങ്ങിയേക്കാം. ബൈ. എടുക്കുവാണേ. ഓക്കെ, ഇത് കൊണ്ടുപോയിട്ട് വേണ്ട. മൈനിങ്ങിൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ല. ഇവിടെ കൂടെ വാതിലില്ലേ കയറാൻ? മോശമായിപ്പോയി. ബാക്കിലൊരു വാതിൽ വേണ്ടിയിരുന്നു വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അയ്യോ, അവിടെ തുറന്ന നാട്ടുകാർ മൊത്തം കയറും. നമ്മളപ്പോൾ എവിടെ കിടന്നുറങ്ങും? ഹാളിൽ കിടന്നുറങ്ങിയല്ലേ? വേണ്ട, ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, ഇതാണ് ഞാൻ ഗെയിമിംഗ് റൂമാക്കാൻ ഉദ്ദേശിക്കുന്ന റൂം. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ബിറ്റ് കോയിന് വേണ്ടി മാത്രം പുതിയ വീട് വാങ്ങിയിട്ട് അതിൽ ഏറ്റവും വലിയ റൂം നമ്മൾ ബിറ്റ് കോയിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. അടുത്ത വീഡിയോയിൽ PC ബിൽഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ PC ബിൽഡ് ചെയ്യാൻ മീൻസ് അത് ഞാനൊരു തട്ടിക്കൂട്ട് PC ഉണ്ടാക്കി വെക്കട്ടെ അവിടെ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അടുത്ത വീഡിയോയുടെ തുടക്കത്തിൽ അത് കാണിക്കാം. എന്നിട്ട് അതിൽ നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് ഏറ്റവും വലിയ സാധനങ്ങൾ നോക്കി വാങ്ങിക്കാം. ഓൺലൈനിൽ മാത്രമേ നല്ല വില കൂടിയ സാധനങ്ങളുള്ളൂ. ഓഫ്ലൈൻ സ്റ്റോറിൽ ഒക്കെ വില കുറഞ്ഞ സാധനങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓഫ്ലൈൻ സ്റ്റോറിലത്തെ സാധനങ്ങൾ ഇപ്പോൾ പോയ കടയിലുണ്ടെന്ന് തോന്നണം. സാമസോറിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത്ര വലിയ ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല.
ഇതിൻ്റെ ഓഫ്ലൈൻ സ്റ്റോറിൽ. പക്ഷെ ഓൺലൈൻ സ്റ്റോറിൽ കയറി നോക്കിയാൽ കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ കമ്പ്യൂട്ടറിലാണ്ടായിപ്പോയി, ഞാൻ മറന്നിട്ട് എടുത്തിട്ട് വിറ്റ്. പിന്നെ സാധനം ഓർഡർ ചെയ്തിട്ട് വിറ്റാൽ മതി കേട്ടാ. 356 ഏറ്റവും കൂടിയത് തോന്നുന്നുണ്ട് കേട്ടാ. എന്തായാലും നമുക്ക് ഇതിന്ന് പറഞ്ഞാൽ ജസ്റ്റ് തട്ടിക്കൂട്ടിട്ട് നോക്കാം. ഈ ഇത് വേണമെങ്കിൽ വാങ്ങിക്കാം, ഈ ഒരു ഇതൊക്കെ വാങ്ങിക്കാം. ഇവിടെയുള്ള മാക്സിമം സാധനം വാങ്ങിക്കാം നമുക്ക്. അതായത് ഇവിടെയുള്ള ഹൈ എൻഡ് സാധനം നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ടാറ്റ, ബൈ ബൈ, ടാറ്റ.